അങ്ങനെ എല്ലാവർക്കും കൊടൈക്കനാലിലെ സെക്കൻഡ് ഡേ ട്രിപ്പിലേക്ക് സ്വാഗതം. അങ്ങനെ പൂമ്പാറയിലെ ഒരു നല്ല ഉറക്കത്തിന് ശേഷം വി ആർ റെഡി ഫോർ അവർ നെക്സ്റ്റ് അഡ്വഞ്ചർ. പൂമ്പാറയിൽ നിങ്ങൾക്ക് പെട്രോൾ പമ്പൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ ലോക്കലായിട്ട് പെട്രോൾ കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ കൊടൈക്കനാലിൽ നിന്ന് തന്നെ ഫുള്ളാക്കിയിട്ട് ഇങ്ങോട്ട് വന്നോളൂ, അല്ലെങ്കിൽ ഇവിടുന്ന് ലോക്കലിന് മേടിക്കേണ്ടി വരും. റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കുന്ന പോലെയാണ് ഇവിടെ പെട്രോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റും കുറച്ചധികം കൂടുതലാണ് കേട്ടോ. അങ്ങനെ അതിമനോഹരമായ പൂമ്പാറൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. സത്യം പറഞ്ഞാൽ തിരക്ക് പിടിച്ച കൊടൈക്കനാലിനേക്കാളും ഭംഗി കൂടുതൽ ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങൾക്കാണ് കേട്ടോ. ഇവിടെ അധികം ടൂറിസ്റ്റുകൾ കുറവാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ആ ഒരു ബ്യൂട്ടി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ പോയത് കൂക്കാലിലേക്കാണ് കേട്ടോ. കൂക്കാലിലേക്ക് പോകുന്ന റോഡ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബ്യൂട്ടിഫുൾ മാത്രമല്ല, കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാട്ടുതീ കാണാനിടയായി. പിന്നെ കുറേ ഭാഗത്തൊക്കെ ഇങ്ങനെ കത്തി കരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടെങ്കിലും ഇതെങ്ങനെ കത്തി പറ്റണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. കൂക്കാലെത്തിയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. ഒരു വീടിൻ്റെ സൈഡിലായിട്ട് ഒരു ചേച്ചിമാരൊക്കെ നടത്തുന്ന ഒരു ചെറിയ കട. അവിടുന്ന് ഞങ്ങൾ ദോശയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പോയതൊരു ചെറിയ ട്രക്കിങ്ങിനാണ്. അത്ര വലിയ ട്രക്കിംഗ് അല്ല, പക്ഷെ അവിടുത്തെ വ്യൂ പോയിന്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് പോണ വഴിയിലാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന കൂക്കാലിലൊരു ചെറിയൊരു ഹോട്ടൽ പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഹോട്ടലല്ല, നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് കടന്ന് ഫോട്ടോ എടുക്കാൻ മാത്രം നിങ്ങൾ 50 രൂപ കൊടുക്കണം. അത് കാരണം ഞങ്ങൾ അത്ര കണ്ട് പോയി ഫോട്ടോ എടുക്കാൻ നിന്നില്ല, അകലെന്ന് ഫോട്ടോ എടുത്തിട്ട് പോന്നു. ഈ ഒരു റൂട്ടിൽ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയ കൂക്കാൽ വാട്ടർഫോൾസ് ഉള്ളത്. അങ്ങോട്ട് നമുക്ക് പോകാൻ പാടില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫോറസ്റ്റ് കണ്ടാൽ ഫൈൻ അടയ്ക്കും. പക്ഷെ ഞങ്ങൾ വെറുതെ ഒന്ന് കൗതുകത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചു. അപ്പോൾ അവർ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. പെർ ഹെഡ് 800 രൂപ ഒക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോറസ്റ്റുകാർ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് നടത്തുന്നതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാൻ പോയില്ല. പിടിച്ച 5000, 6000 ഒക്കെ ഫൈൻ അടക്കുമെന്ന് പറഞ്ഞത് കാരണം മാത്രം ഞങ്ങളത് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് പോന്നു. അങ്ങനെ കൂക്കാലിൻ്റെ ഈ ഒരു വ്യൂ പോയിൻ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. കൂക്കാല് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പൂണ്ടിയിലേക്കാണ്. പോകുന്ന വഴിയിൽ ഞങ്ങളൊരു സ്ഥലത്തെത്തി. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ ഏകദേശം 11:30, 12 മണി നേരമുണ്ട്. പക്ഷെ അവിടെ സൂര്യൻ ഇതുവരെ ഉദിച്ചിട്ടില്ല. ഫുള്ള് മഞ്ഞ് മൂടിക്കെടുക്കുകയാണ് ഇപ്പോഴും. അവിടെ ആൾക്കാരൊക്കെ എണീറ്റ് വരുന്നാളോ, അത്രയും ലേറ്റ് ആയിട്ടാണ് തോന്നുന്നുണ്ട്. പക്ഷെ ഊട്ടിയിൽ കിന്നക്കോരയിൽ 12 മണിയായിട്ടും സൂര്യൻ ഉദിക്കാത്തൊരു ടൈം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സെയിം എഫക്റ്റാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ കൂടെ ബൈക്ക് ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട്, ബൈക്കല്ല സ്കൂട്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൂണ്ടിയിലെത്തി വേഗം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വേഗം മന്നവന്നൂർക്ക് തിരിച്ചു പോന്നു. കാരണം നമുക്ക് ഇന്ന് തന്നെ കൊടൈക്കനാൽ തിരിച്ചെത്താണ്ടായിരുന്നു. അപ്പോൾ മന്നവന്നൂർ ഒരു ഷീപ്പ് ഫാം കാണാനുണ്ടായിരുന്നു. അപ്പോൾ പൂണ്ടിയിൽ അധികം നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ല. ഒന്ന് ജസ്റ്റ് കണ്ടു ഇറങ്ങി വേഗം മന്നവന്നൂർക്ക് പോന്നു. മന്നവന്നൂർ വന്നിട്ടാണ് അവിടുത്തെ മെയിൻ ഒരു ഫാമുണ്ട്, ഷീപ്പ് ഫാം, ICARൻ്റെ. ഇത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് നോക്കി നടത്തുന്ന ഒരു ഫാമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കടക്കാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫുൾ ടൈം നമ്മുടെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആദ്യം കാണുന്ന റാബിറ്റ് ഫാമാണ്. ഒരു റാബിറ്റ് ഫാം ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഷീപ്പ് ഫാം. ഷീപ്പ് ഫാമാണ് വലുത്, റാബിറ്റ് ഫാം അത്ര വലുതല്ല. റാബിറ്റ് ഫാമിൽ നിന്ന് നമുക്ക് കുറച്ച് ഹെയർ ഓയിലിന് പറ്റിയ ഓയിൽസൊക്കെ കിട്ടുന്നുണ്ടോ, വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ബ്ലഡിൽ നിന്നൊക്കെ ഉണ്ടാക്കിയതാണെന്ന് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മേടിക്കാനൊന്നും പോയില്ല. വേണമെങ്കിൽ ആവശ്യമുള്ളവർ ഇവിടെ വന്ന് മേടിച്ചാൽ മതി. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഷീപ്പ് ഫാം അടിപൊളിയാണ്. ഇങ്ങനെ ചെമ്മരിയാടിനെ തുറന്നു വിട്ടുള്ളത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ കാട്ടുപന്നികളൊക്കെ ഓടിപ്പോണ്ടായിരുന്നു. റിസർവ് ഫോറസ്റ്റ് ആയ കാരണം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എനിമൽസിനൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് പന്നീനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ല, കുറേ കാട്ടുപന്നികൾ കണ്ടുകൂട്ടാ. എൻ്റെ ഇടയിൽ ഈ ഒരു ആടുംകുട്ടിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല. ഫിറ്റ്സ് വന്നതാണെന്ന് അയാളോട് ചോദിച്ചോ പറഞ്ഞത്. എനിക്ക് തമിഴ് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം അത് ശരിക്കും മനസ്സിലായില്ല ആ ചേട്ടൻ എന്താ പറഞ്ഞതെന്നുള്ളത്.
പിന്നെ ഇവിടെ കുതിര സഫാരിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ടൈം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം പൂണ്ടിയിൽ ഞങ്ങൾ അത്രയധികം ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിലും മന്നവന്നൂർ കുറച്ചധികം ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കൊടൈക്കനാലിലേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ നിന്ന് തിരിയാനൊന്നും പോയില്ല, നേരെ കൊടൈക്കനാലിലേക്ക്. ഏകദേശം ടൈം ഒരു 4:30-5 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊടൈക്കനാൽ എത്തുമ്പോൾ തന്നെ. അപ്പോഴത്തേക്കും അവിടെ ഞങ്ങളെ വരവേൽക്കാൻ മഴയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം മഴയൊക്കെ കൊണ്ടു, കുറച്ച് നേരം കൊണ്ടതല്ല കൊള്ളേണ്ടി വന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ലൊരു ഹെവി ഫുഡ് കഴിച്ചു. അന്ന് വേറെ ഒന്നും കഴിക്കാത്ത കാരണം അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചോളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അത് കാരണം നല്ല രീതിയിൽ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഞങ്ങളൊരു റൂം എടുത്ത് അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഡേ 2 മൊത്തത്തിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ. ഡേ 3 വരുന്നതായിരിക്കും. അതുവരെ ഈ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. താങ്ക് യു.